ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോളേ ഞാനൊരു വീഡിയോയിൽ കളർ പേപ്പർ സ്ട്രിപ്പ് വെച്ചിട്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കണത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനായിട്ട്, ഈ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരൊറ്റ സ്റ്റെപ്പ് ഉള്ളൂ കേട്ടോ. ആ ഒരു സ്റ്റെപ്പിലാണ് എല്ലാ പൂക്കളും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. ഇതാണ് കേട്ടോ ആ സ്റ്റെപ്പ്. A4 സൈസ് കളർ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പം നമ്മളിത് അതിൻ്റെ ഒരു പകുതി ഇങ്ങനെ മടക്കിയിട്ട് ബാക്കി 2 തുമ്പും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു 5 പെറ്റൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് 2 സർക്കിളുകൾ ഒരു യെല്ലോ കളറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിലോടെയും കുറച്ച് വെച്ചോളൂ. എന്നിട്ട് ഓരോ പെറ്റൽസ് ആയിട്ട് നമ്മളിങ്ങനെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലവർ കേട്ടോ. പിന്നെ കൂടുതൽ പെറ്റൽസ് ഒക്കെ നമുക്ക് കൊള്ളിക്കാം. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കുറയും. ഇത് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കി ഒന്ന് വെച്ച ശേഷം അടുത്തൊരു പീസില്ലേ, യെല്ലോ കളർ സർക്കിൾ, അതിലേക്കും കൂടി ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒട്ടിക്കാം. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു വലിയ ഫ്ലവറാണേ. ഇനി നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും ഒരു ചെറിയ ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആ പേപ്പർ സ്ട്രിപ്പിന്റെ പകുതി മതി കേട്ടോ. അതും നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കിയ പോലെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തു. അതിനുശേഷം ആ 2 തുമ്പും കൂട്ടി മുട്ടിച്ചിട്ട് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 6-7 പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അടുപ്പിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടി തിക്കായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ കുറച്ചുകൂടി ഭംഗി ആ ഫ്ലവറിന് വരും കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്ലവറും നമ്മൾ നേരത്തെ ഫ്ലവർ ഒട്ടിച്ചില്ലേ, ആ ഒരു രീതിയിൽ തന്നെയായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ശബ്ദം കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി ആ ഒരു സർക്കിളും കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ വലിയ ഫ്ലവർ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഫ്ലവറും 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കുള്ളതാണ് ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഫ്ലവറുകളൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഫസ്റ്റ് മടക്കി വെച്ചിട്ടില്ലേ, അത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടത് സ്റ്റാപ്ലർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ കളറിൽ ഒരു 22.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പേപ്പറും കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അതല്ല, ഇത് വലിയ സ്ട്രിപ്പാണ്, A4 സൈസാണ്. ഇതിപ്പോൾ നമ്മൾ ആ ടൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടില്ലേ, അതിനുള്ള ലീഫാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതും ഈ ഒരു മോഡൽ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മൾ ആ വെക്കുന്ന സെൻറ്ററിൽ വെക്കുന്ന ഇത് തിരിച്ചു വെക്കണം. നമ്മൾ ടൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് അത് മറിച്ചാണ് വെച്ചിരുന്നത്. ഇത് നേരെ തിരിച്ചു വെച്ച് കൊടുത്തിട്ട് അത് അതിൻ്റെ സെൻറ്ററിലേക്ക് എടുത്ത് അതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൂലിപ്പ് ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ 22 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രിപ്പുകളില്ലേ, ഇതുപോലെ മടക്കി വെച്ച് നമുക്കത് ലീഫായിട്ട്, ആ ചെറിയ ഫ്ലവറിൻ്റെ ലീഫായിട്ട് ഉപയോഗിക്കാനാട്ടോ. പിന്നെ A4 സൈസിൻ്റെ വലിയ പേപ്പറിൻ്റെ പകുതിയാണ് നമുക്കതിൻ്റെ തണ്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. പിന്നെ ആ ലീഫുകളൊക്കെ പതുക്കെ നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആ ഒരു പൂവിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെറിയ ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി വലിയ ഫ്ലവറിന്റെ ലീഫാണ് ഉണ്ടാക്കുന്നത്. A4 സൈസിൽ പേപ്പറിന്റെ സ്ട്രിപ്പാണ് എടുക്കുന്നത്. അതിനുശേഷം 22 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വെച്ച ആ സ്ട്രിപ്പാണ് നമ്മൾ നടുവിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം മറ്റേ ചെറിയ ഫ്ലവർ ഒട്ടിച്ചില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആ 2 ഫ്ലവർ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ആ പെറ്റൽസിന്റെ ഇടയിലും കൂടി കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. എല്ലാം കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന സ്ട്രിപ്പ് കൊണ്ട് 2 ലീഫ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ 2 ഇങ്ങനെ മടക്കിയിട്ട് ഒരെണ്ണം കുറച്ചിങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്ന് സ്റ്റാപ്ലറിന്റെ പിന്നെ അടിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ബട്ടർഫ്ലൈ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്നതും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നത് ആ വീഡിയോസ് ഒന്നും കാണാതെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബട്ടർഫ്ലൈ ആണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒക്കെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ ഇവിടെ റെഡി ആവും.
അങ്ങനെ നല്ല കളർ നോക്കിയിട്ട് ഒരു 4 ബട്ടർഫ്ലൈ ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അതാ നമ്മുടെ പൂന്തോട്ടത്തിനുള്ള പൂക്കളും ബട്ടർഫ്ലൈസും ഒക്കെ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് അകലേന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, അതിലും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം തന്നെ വരാം. ബൈ.